ഹലോ ഗൈസ്, 2017 പുറത്തിറങ്ങിയ അധികം ആരും ശ്രദ്ധിക്കാതെ പോയൊരു തമിഴ് ചിത്രമാണ് എട്ട് തോട്ടകൾ എന്ന് പറഞ്ഞ ഈ വീഡിയോ നിങ്ങൾ കണ്ടു തീരുന്നതിന് മുമ്പ് നിങ്ങൾ ഈ ചാനലിൽ ഈ വീഡിയോയ്ക്ക് ഒന്ന് ലൈക്ക് ചെയ്ത് കമൻറ്റ് ചെയ്ത് അതുപോലെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് തൊട്ടടുത്ത് കാണുന്ന ബെല്ലൈക്കൺ എനേബിൾ ചെയ്ത് വെക്കുക. ഞാൻ ചെയ്യുന്ന ഓരോ വീഡിയോയുടെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് ലഭിക്കാനായിട്ട്. ഈ സിനിമയിൽ പ്രധാന കഥാപാത്രങ്ങളായിട്ട് അഭിനയിച്ചിരിക്കുന്നത് നാസർ, അതുപോലെ മണികണ്ഠ, MS ഭാസ്കർ, അപർണ ബാലമുരളി എന്നിവരൊക്കെയാണ് ഇതിന്റെ കേന്ദ്ര കഥാപാത്രങ്ങളെ അവതരിപ്പിച്ചിരിക്കുന്നത്. ഈ സിനിമയുടെ കഥയെന്ന് പറയുമ്പം ഇതിൻ്റെ അകത്തിലെ നായകനായിട്ടുള്ള പോലീസുകാരൻ നല്ലവനായ ഒരു ഉദ്യോഗസ്ഥനാണ്. അദ്ദേഹത്തിന് മേലുദ്യോഗസ്ഥര് ഒരു ക്രിമിനലിനെ ഫോളോ ചെയ്യാനായിട്ട് ഒരു ദൗത്യം കൊടുക്കുകയാണ്. അദ്ദേഹത്തിന് അതിൻ്റെ കൂടെ തന്നെ ആ ഉദ്യോഗസ്ഥന്മാര് ഒരു തോക്കും 8 ബുള്ളറ്റും അതിൻ്റെ അകത്ത് നിറച്ചു കൊടുക്കുകയാണ്. അദ്ദേഹം ഈ ക്രിമിനലിനെ ഫോളോ ചെയ്ത് ഒരു ബസ്സിൽ കയറുന്നു. ആ ബസ്സിൽ വെച്ചിട്ട് ഈ തോക്ക് മിസ്സാകുകയാണ്. അതാണ് ഈ സിനിമയുടെ ഒരു പോയിന്റ് എന്ന് പറയുമ്പോൾ. അവിടുന്ന് ഈ സിനിമ പോകുന്ന ഒരു പോക്കുണ്ട്, അത് വേറെ ലെവലാണ്. ഈ സിനിമയുടെ ക്യാമറ വർക്ക്, മ്യൂസിക് ഡിപ്പാർട്ട്മെന്റ്, അതിൽ എഡിറ്റിംഗ് ഡിപ്പാർട്ട്മെന്റ്, സംവിധാനം എല്ലാം ഒന്നന്തരമായിട്ട് ചെയ്തു വെച്ചിട്ടുണ്ടെന്ന് എടുത്ത് പറയണം. പിന്നെ ഈ സിനിമയ്ക്കകത്ത് എനിക്ക് വേണ്ടാത്തതായി എനിക്ക് തോന്നിച്ചിട്ടുള്ള ഇതിൻ്റെ അകത്ത് 2 പാട്ടുകളുണ്ട്. അത് ഈ സിനിമ എവിടേക്കോ സ്ലോ ആക്കുന്നു പോലെ എനിക്ക് തോന്നിച്ചു പോയി. ഈ സിനിമയിൽ ഏറ്റവും പോസിറ്റീവായിട്ടുള്ള പെർഫോമൻസ്, ഏറ്റവും കലക്കിയിട്ടുള്ള പെർഫോമൻസ് എന്ന് പറയുമ്പോൾ MS ഭാസ്കറിൻ്റെ പെർഫോമൻസ് ആണ്. അടിപൊളി പെർഫോമൻസ് ആണ് പുള്ളി ഈ സിനിമയ്ക്ക് കാഴ്ചവെച്ചിരിക്കുന്നത്. ടോട്ടലായി പറയുകയാണെങ്കിൽ 2017 അധികം ആരും ശ്രദ്ധിക്കാതെ പോയ നല്ലൊരു മികച്ചൊരു തമിഴ് ചിത്രമാണ് ഈ 8 തോട്ടകൾ എന്ന് പറഞ്ഞ ചിത്രം. അത് ഗംഭീരമായൊരു ചിത്രമാണ്. ഇതിപ്പം Disney+ ഹോട്ട്സ്റ്റാറിൽ ലഭ്യമാണ് ഈ സിനിമ. നമുക്ക് ഗൈസ്, നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെടുവാണെങ്കിൽ നിങ്ങൾ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. അതുപോലെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തതാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. തൊട്ടടുത്ത് കാണുന്ന ബെല്ലൈക്കൺ എനേബിൾ ചെയ്തൊക്കെ ഞാൻ ചെയ്യുന്ന ഓരോ വീഡിയോയുടെയും നോട്ടിഫിക്കേഷൻ ലഭിക്കാനായിട്ട്. അപ്പോൾ അടുത്ത വീഡിയോ കാണുമ്പോഴേക്കും ബൈ. ഗൈസ്, ഈ സിനിമയുടെ കഥ ഞാൻ അധികം എക്സ്പ്ലെയിൻ ചെയ്ത് പോകാഞ്ഞത് മറ്റൊന്നും കൊണ്ടല്ല, നിങ്ങളുടെ ആസ്വാദന മികവിനെ ഞാനാണെങ്കിൽ ഹനിക്കുന്നത് ഒരിക്കലും ശരിയല്ല. അതുകൊണ്ട് നിങ്ങൾ തന്നെ ഈ സിനിമ OTTയിൽ പോയി ഒന്ന് കണ്ടു നോക്കുക.